വെൽക്കം ടു ഫാഷൻ ഡോട്ട് ചാനൽ. ഇന്ന് നമ്മളുടെ വൺ സൈഡഡ് നെക്കിനായിട്ടുള്ള അനാർക്കലി ഗാദർഡ് ഫ്രോക്ക് നമ്മളുടെ ടൈലറിംഗ് കാർഡ് സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഈസിയായി മെഷർമെൻറ്റ് എൻ്റർ ചെയ്ത് കട്ട് ചെയ്യുന്നു എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള മെഷർമെൻറ്റ് ഇതുപോലെ എൻ്റർ ചെയ്ത് നമ്മൾക്ക് ആവശ്യമുള്ള ഫിറ്റിംഗ് സ്റ്റൈലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള പാനൽസ് സെലക്ട് ചെയ്യാം. ഇതൊരു ഗാദർഡ് ഫ്രോക്ക് കട്ട് ചെയ്യുന്നതുകൊണ്ട് ബോട്ടം നമ്മൾക്ക് ആവശ്യമുള്ള പാറ്റേണിൽ കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ യോക്ക് പോർഷൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് വൺ സൈഡഡ് ഡിസൈൻ ആയിട്ട് വേണം. അതുകൊണ്ട് ഈ പോർഷൻസ് അങ്ങനെ ബാക്ക് പോർഷനിൽ വെച്ച് ഫോൾഡിൽ ക്ലോത്ത് വിരിച്ച് നമ്മൾക്ക് ആവശ്യമുള്ള നെക്ക് വിട്ട് നമ്മളുടെ പാറ്റേണിൽ തന്നെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് 2.25 ഇഞ്ചിനായുള്ള അകലത്തെ ഇതിൽ മാർക്ക് ചെയ്യാം. അതുപോലെ നമ്മൾക്ക് എത്രയാണ് നെക്ക് ഹൈറ്റ് വേണ്ടത്, 6.5 ഇഞ്ച് നെക്ക് ഹൈറ്റും നമ്മൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഈ സ്ക്വയർ നെക്കിൽ നിന്ന് നമ്മൾക്ക് വൺ സൈഡ് ആയിട്ട് കൊണ്ടുവരാൻ ആവശ്യമായ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡ്രോപ്പ് ചെയ്യാം. സോ ഈ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് നമ്മൾക്ക് കേർവ് കൊണ്ടുവരാം. ഇത് വൺ സൈഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്കിത് വി നോച്ച് പോലെ ആയിരിക്കും വരുന്നത്. സോ ആ വി കട്ട് കൊടുക്കുമ്പോൾ ഹിപ്പ് ക്രോസിൻ്റെതും നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായി എടുക്കാം. ഇത് നമ്മളുടെ സോഫ്റ്റ്വെയർ തന്നെ വരും. ഇപ്പോൾ ആ 1 ഇഞ്ച് നോച്ചിൽ നിന്ന് നമ്മുടെ നെക്ക് ലൈനിൽ നിന്ന് സ്ട്രെയിറ്റ് ആയ ഒരു ലൈൻ ഇട്ട് ആ ലൈൻ വൺ സൈഡ് മാത്രമാണ് വെച്ചിരിക്കുന്നത്. സോ ഇതിപ്പോൾ ഡബിൾ ഫോൾഡിൽ അങ്ങനെ കട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള നെക്ക് ഷേപ്പിൽ കാണാം. സോ ഇതിനായുള്ള 1 ഇഞ്ച് ക്രോസ് കട്ട് ചെയ്ത് എടുക്കാം. ആ ക്രോസ് കട്ട് ചെയ്തെടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതുപോലെ കറക്റ്റായി ഷോൾഡറിൻ്റെ ഷേപ്പിൽ ജോയിൻ്റ് ആവും. നമ്മൾക്ക് ഏത് സൈഡാണ് വൺ സൈഡ് ആയിട്ട് വേണ്ടത് എന്ന് നോക്കണം. ഇത് റൈറ്റ് സൈഡ് ആയിട്ട് വേണോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആയിട്ട് വേണോ എന്ന് നോക്കിയതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് പീസ് ഇതുപോലെ ബാലൻസ് പീസ് എടുത്ത് 1/2 ഇഞ്ച് എക്സസ് ആയിട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ അത് വൺ സൈഡഡ് ആയി ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നതിനായി നമ്മൾ 1 ഇഞ്ച് ക്രോസ് പീസ് എടുത്ത് ബീഡിങ് പോലെ വെക്കാം. ഹാഫ് ഇഞ്ച് ബീഡിങ് കാണിക്കുന്നതിനായി ഈ ക്രോസ് പീസ് എടുത്ത് നമ്മൾ അറ്റാച്ച് ചെയ്യാം. ഇതുപോലെ നോർമൽ ആയിട്ടുള്ള ക്രോസ് പീസ് കണക്ട് ചെയ്യുന്നത് പോലെ തന്നെ ക്രോസ് പീസ് കണക്ട് ചെയ്ത്, അതായത് ഇത് നെക്ക് പീസ്. ഇത് നോക്കുകയാണെങ്കിൽ ലൈനിങ് ഇല്ലാത്ത കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ട് നമ്മൾ നെക്കിൽ തന്നെ നെക്കായി വെച്ച് അറ്റാച്ച് ചെയ്യാം. ഇപ്പോൾ ഇത് ക്യാൻവാസ് ഇല്ലാതെ ക്രോസ് പീസായി തന്നെ വെച്ച് അറ്റാച്ച് ചെയ്യാം. ഈ വി ഷേപ്പ് നമ്മൾ എൻഡ് വരെയും കൊണ്ടുവരാം. ഇപ്പോൾ ഈ 1/2 ഇഞ്ചുള്ള ബീഡിങ് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾക്ക് വീനെക്ക് വരില്ലേ, ആ വീനെക്ക് വരുന്നതിനുള്ള പീസും നമ്മൾക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 പോർഷനും വെച്ച് നോക്കിയാൽ എത്ര ഹൈറ്റ് ആണോ വേണ്ടത് ആ ഹൈറ്റ് കറക്റ്റായി സെൻറ്റർ പൊസിഷനിൽ വെച്ച് ഈസിയായി അറ്റാച്ച് ചെയ്താൽ മതി. നമ്മളുടെ വൺ സൈഡിനായിട്ടുള്ള യോക്ക് പോർഷൻ ഈസിയായി റെഡിയാക്കാം. അതിനുശേഷം നമ്മൾ റെഗുലറായി സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഏത് ഗാദറിംഗ് ആണോ വെക്കുന്നത്, ഗാദറിംഗ് സ്റ്റിച്ചിങ് മെത്തേഡ് വീഡിയോയും നമ്മളുടെ യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾ അതും ചെക്ക് ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഈ ബീഡിങ്ങോടെ നമ്മൾക്ക് ഫിനിഷിംഗ് കറക്റ്റായി ഒരു ഗാദറിംഗ് ടോപ്പ് ഈസിയായി റെഡിയാക്കാം. ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോയ്ക്ക് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.